السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അറാഫ് 73 മുതലുള്ള വചനങ്ങളിലേക്ക്. സമൂദ് സമുദായം. ഹിജാസിനും സിറിയയ്ക്കുമിടയിൽ ഹിജിർ എന്ന പ്രദേശത്താണ് സമൂദ് സമുദായം അധിവസിച്ചിരുന്നത്. വമ്പിച്ച നാഗരിക പുരോഗതി ആർജിച്ച ഒരു സമൂഹമായിരുന്നു അവർ. കാർഷിക വിളകളിലും കാലിസമ്പത്തിലും അവർക്ക് ഉയർന്ന പുരോഗതി ലഭിച്ചിരുന്നു. അവരുടെ നിർമ്മാണ വൈദഗ്ധ്യം ഏറെ പ്രസിദ്ധമാണ്. അതിൻ്റെ ശേഷിപ്പുകൾ ഇന്നും കാണാം. കായിക ശേഷിയിലും അവർ മുന്നിട്ട് നിന്നിരുന്നു. സമൂഹത്തിലെ വരേണ്യവർഗം ദുർബലരെ അടിച്ചമർത്തിയിരുന്നു. ദുർബലർ അരികുവൽക്കരിക്കപ്പെട്ടവരും ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നവരുമായി മാറി. ആദ് സമുദായത്തെ പോലെ അക്രമങ്ങളിലും ധിക്കാരങ്ങളിലും മുഴുകിയ ഒരു സമൂഹമായി അവർ മാറി. വിഗ്രഹാരാധകരുമായിരുന്നു അവർ. അവരിലേക്കാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാമയെ പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുന്നത്. അദ്ദേഹം സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അസാധ്യം എന്ന് തോന്നുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു അവർ. പാറ പിളർന്ന് പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം പുറത്തു വരണം, എന്നാൽ തങ്ങൾ വിശ്വസിക്കാമെന്നായി അവർ. സ്വാലിഹ് നബി അലൈഹിസ്സലാമയിൽ പ്രതീക്ഷ വളരുകയായിരുന്നു. ദൃഷ്ടാന്തം കണ്ടാൽ അവർ സത്യമാർഗം സ്വീകരിക്കുമല്ലോ എന്ന പ്രതീക്ഷ. അദ്ദേഹം അള്ളാഹുവോട് അപേക്ഷിച്ചു. ആ മഹാത്ഭുതം അവിടെ സംഭവിക്കുകയായിരുന്നു. ആ ജനത ആവശ്യപ്പെട്ട പ്രകാരം പാറ പിളർന്ന് ഒട്ടകം പുറത്തു വരികയായിരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞു, അള്ളാഹുവിൽ നിന്നുള്ള അതിമഹത്തായ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ആ അള്ളാഹുവെ മാത്രം ആരാധിക്കുക. അള്ളാഹുവിൻ്റെ ഒട്ടകമാണത്. അതിനെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടില്ല. നാട്ടിലെ മുഖ്യ ജലസ്രോതസ്സിൽ നിന്നും ജലപാനം ചെയ്യാൻ ഒട്ടകത്തിന് സൗകര്യം ഒരുക്കുക. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും ഫലം. തുടർന്ന് കേൾക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم. സമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവീൻ. അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വ്യക്തമായ ഒരു തെളിവ് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി അള്ളാഹുവിൻ്റെ ഒട്ടകമാണിത്. ആകയാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നടന്ന് തിന്നുവാൻ നിങ്ങൾ അതിനെ വിട്ടേക്കുക. നിങ്ങൾ അതിന് ഒരു ഉപദ്രവവും ചെയ്യരുത്. എങ്കിൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ ബാധിക്കും. واذكروا إذ جعلكم خلفاء من بعد عاد وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون الجبال بيوتا واذكروا آلاء الله ولا تعثوا في الأرض مفسدين. ആദ് സമുദായത്തിന് ശേഷം അവൻ നിങ്ങളെ പിൻഗാമികളാക്കുകയും നിങ്ങൾക്കവൻ ഭൂമിയിൽ വാസസ്ഥലം ഒരുക്കി തരികയും ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുകയും ചെയ്യുക. അതിലെ സമതലങ്ങളിൽ നിങ്ങൾ സൗധങ്ങൾ ഉണ്ടാക്കുന്നു, മലകൾ വെട്ടിയെടുത്ത് നിങ്ങൾ വീടുകളാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കുക. നിങ്ങൾ നാശകാരികളായി ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത്. قال الملأ الذين استكبروا من قومه للذين استضعفوا لمن آمن منهم وتعلمون
അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലും മിർ റബ്ബിഹി ഖാലൂ ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ. അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട അഹങ്കാരികളായ പ്രമാണിമാർ ബലഹീനരായി കരുതപ്പെട്ടവരോട്, അതായത് അവരിൽ നിന്ന് വിശ്വസിച്ചവരോട് പറഞ്ഞു, സ്വാലിഹ് തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അയക്കപ്പെട്ട ആൾ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അദ്ദേഹം ഏതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നവരാണ്. ഖാലല്ലദീന ഇസ്തക്ബറൂ ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ. അഹങ്കാരം കൈക്കൊണ്ടവർ പറഞ്ഞു, നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിക്കുന്നുവോ അതിനെ ഞങ്ങൾ തീർത്തും നിഷേധിക്കുന്നവരാണ്. فعقروا الناقة وعتوا عن أمر ربهم وقالوا يا صالح ائتنا بما تعدنا إن كنت من المرسلين. അങ്ങനെ അവർ ആ ഒട്ടകത്തെ അറുകൊല ചെയ്യുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, സ്വാലിഹേ, നീ ദൈവദൂതന്മാരിൽപ്പെട്ട ആളാണെങ്കിൽ ഞങ്ങളോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് ശിക്ഷ, ഞങ്ങൾക്ക് നീ കൊണ്ടുവന്നു തരിക. സമൂഹത്തിലെ ദുർബലരെന്ന് ഗണിക്കപ്പെട്ടിരുന്ന കുറച്ചു പേരൊഴികെ മറ്റാരും സ്വാലിഹ് നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ചില്ല. അതിമഹത്തായ ദൃഷ്ടാന്തം നേരിൽ കണ്ട ശേഷവും അവരിൽ അധിക പേരും നിഷേധിക്കുകയും പിന്തിരിയുകയുമാണ് ഉണ്ടായത്. അദ്ദേഹം അവരെ ഉപദേശിച്ചു, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ആദ് സമുദായത്തിന് ശേഷം നിങ്ങളെ അവൻ പിന്മുറക്കാരാക്കി. ഭൂമിയിൽ നിങ്ങൾക്കവൻ ജീവിത സൗകര്യങ്ങൾ സംവിധാനിച്ചു തന്നു. അതിലെ സമതലങ്ങളിൽ നിങ്ങൾ കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, മലകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും നാശകാരികളാവുകയും ചെയ്യരുത്. സമൂഹത്തിലെ അഹങ്കാരികളായ പ്രമാണിമാർ ദുർബലരായ വിശ്വാസികളോട് പരിഹാസപൂർവം പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നതിനെ നിഷേധിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. ഇതിനിടയിലും സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ സത്യമാർഗത്തിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും മുന്നറിയിപ്പുകളുമെല്ലാം അവഗണിച്ച ആ സമൂഹം അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തമായ ഒട്ടകത്തെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. ഭയങ്കരമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുകളും കൽപ്പനകളുമെല്ലാം നിഷേധിച്ച അക്കൂട്ടർ ഒട്ടകത്തെ കൊലപ്പെടുത്തി. അവർ പറയുകയും ചെയ്തു, സാലിഹേ, നീ ദൈവദൂതരിൽ പെട്ടവനെങ്കിൽ ഞങ്ങളോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ ഇങ്ങ് കൊണ്ടുവരിക. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നോക്കാം. فأخذتهم الرجفة فأصبحوا في دارهم جاثمين. അപ്പോൾ ഭൂകമ്പം അവരെ പിടികൂടി. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ വീടുകളിൽ കമിഴ്ന്നു വീണ് കിടക്കുകയായിരുന്നു. فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين. അനന്തരം സാലിഹ് അവരിൽ നിന്ന് പിന്തിരിഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എന്റെ രക്ഷിതാവിന്റെ സന്ദേശം എത്തിച്ചു തരികയും ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയുമുണ്ടായി. പക്ഷേ സതുപദേശികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. 3 ദിവസമാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിന് അവധി നിശ്ചയിച്ചത്. 4-ാം നാൾ അത് സംഭവിച്ചു. ഒരു വലിയ ഇടിമുഴക്കം, അതോടൊപ്പം അതിശക്തമായ ഭൂചലനവും സംഭവിച്ചു. പ്രപഞ്ചനാഥനായ അള്ളാഹുവേയും അള്ളാഹുവിന്റെ പ്രവാചകനെയും നിഷേധിച്ച സമുദായം ഭൂമുഖത്തു നിന്നും ഉന്മൂലനം ചെയ്യപ്പെടുകയായിരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുക തന്നെ ചെയ്തു. മറ്റൊരു ജനതയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു 80 മുതലുള്ള വചനങ്ങളിൽ. ജോർദാനിലെ സദൂം എന്ന ദേശത്ത് വസിച്ചിരുന്നവരാണ് ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനത. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും എല്ലാ പരിധികളും ലംഘിച്ച ഒരു സമൂഹമായിരുന്നു സദൂം നിവാസികൾ. പ്രകൃതി വിരുദ്ധ ലൈംഗികതയിലും സ്വവർഗരതിയിലും അഭിരമിക്കുക വഴി അധപ്പതിച്ച ഒരു സമൂഹമായി അവർ മാറി.
ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഉപദേശങ്ങളൊന്നും അവർ സ്വീകരിച്ചില്ല. ഒരു പരിശുദ്ധൻ വന്നിരിക്കുന്നു എന്ന് പരിഹസിക്കുകയായിരുന്നു അവർ. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്തിനെയും നാം അയച്ചു. അദ്ദേഹം തന്റെ ജനതയോട്, നിങ്ങൾക്ക് മുമ്പ് ലോകരിൽ ഒരാളും തന്നെ ചെയ്തിട്ടില്ലാത്ത ഈ നീചവൃത്തിക്ക് നിങ്ങൾ ചെല്ലുകയോ എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്ത് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ ചെല്ലുന്നു. അല്ല, നിങ്ങൾ അതിര് വിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു. وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون. ഇവരെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക, ഇവർ പരിശുദ്ധി പാലിക്കുന്ന ആളുകളാകുന്നു എന്ന് പറഞ്ഞത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി. فأنجيناه وأهله إلا امرأته كانت من الغابرين. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെയുള്ള കുടുംബക്കാരെയും നാം രക്ഷപ്പെടുത്തി. അവൾ പിന്തിരിഞ്ഞു നിന്നവരുടെ കൂട്ടത്തിലായിരുന്നു. وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين. നാം അവരുടെ മേൽ ഒരുതരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെ ആയിരുന്നുവെന്ന് നോക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്ക് യാതൊരു ഫലവും കണ്ടില്ല. ആ സമൂഹം അവരുടെ നീചവൃത്തികളിൽ തന്നെ തുടർന്നു. രാത്രിയിൽ കുടുംബസമേതം ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുവാനുള്ള കൽപ്പന ലൂത്ത് നബി അലൈഹിസ്സലാമയ്ക്ക് ലഭിച്ചു. അദ്ദേഹത്തിന് എതിരിൽ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച ഭാര്യയോട് യാതൊന്നും പറഞ്ഞില്ല. അവരും ശിക്ഷയ്ക്ക് അർഹയാവുകയായിരുന്നു. അദ്ദേഹവും മക്കളും ആ നാട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി. പ്രഭാതമായപ്പോഴേക്കും അള്ളാഹുവിൽ നിന്നുള്ള കഠിനമായ ശിക്ഷ ആ നാടിനെ ആകമാനം പിടികൂടി. മഴ വർഷിപ്പിച്ചു എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ചുട്ടുപഴിപ്പിച്ച ചരൽ കല്ലിനാലുള്ള മഴയായിരുന്നു അതെന്ന് സൂറ 15:74 മറ്റും വിവരിച്ചിട്ടുണ്ട്. മനുഷ്യ പ്രകൃതിയെ തന്നെ കീഴ്മേൽ മറിച്ച സമൂഹമായിരുന്നു അവർ. സദൂം പട്ടണത്തെ കീഴ്മേൽ മറിക്കുകയായിരുന്നു അള്ളാഹു. സൂറത്തുൽ അറാഫ് 73 മുതൽ 84 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 85 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.